ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന രണ്ട് തരം ഭയങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി ദൈവസ്നേഹത്തിൽ നിന്ന് കടന്നു വരുന്ന ഭയം. രണ്ടാമതായി സ്വയം സ്നേഹത്തിൽ നിന്ന് നമ്മിലേക്ക് വരുന്ന ഭയം. ദൈവസ്നേഹത്തിൽ നിന്ന് കടന്നു വരുന്ന ഭയം വളരെ വിശുദ്ധമായതും ക്രമമായതും ശരിയായിട്ടുള്ളതുമാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ദൈവസ്നേഹത്തിൽ നിന്ന് കടന്നു വരുന്നത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള എല്ലാ സവിശേഷതകളും അതിനുണ്ടാകും. ദൈവീകമായിട്ടുള്ള എല്ലാ സവിശേഷതകളും അതിനുണ്ടാകുന്നു. ഇപ്രകാരം ദൈവഭയത്തോടു കൂടി ജീവിക്കുന്നവർക്ക് മറ്റ് യാതൊന്നിനെയും ഭയമുണ്ടായിരിക്കുകയില്ല. മറ്റ് യാതൊരു ഭയത്തിനും ഇവരെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. അഥവാ അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ തന്നെ ഇങ്ങനെയുള്ളവർ അതിനെയെല്ലാം ആത്മശക്തിയോടുകൂടി അതിജീവിച്ച് മുന്നേറി കൃപയിൽ ജീവിക്കുവാനായിട്ട് അവർക്ക് ശക്തി ലഭിക്കുന്നു. കാരണം ഇതാണ്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തെ തന്നെയാണ് അവർ ഭയപ്പെടുന്നത്. അതുകൊണ്ട് മറ്റൊന്നിനെയും അവർ ഭയപ്പെടുന്നില്ല. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ശാന്തതയും സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നു. അടുത്തതായി സ്വയം സ്നേഹത്തിൽ നിന്ന് ഉണ്ടാകുന്നൊരു ഭയം. അത് വളരെ വിപരീത ഫലം ഉളവാക്കുകയും അതിരുകളില്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. അത് ക്രമരഹിതമാണ്, വിശുദ്ധമല്ല. അത് നമുക്ക് നിരവധിയായ ഉത്കണ്ഠകളും ആകുലതകളും ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ നൽകുന്നു. നിരാശജനകമായിട്ടുള്ള ദുഷിച്ചതുമായിട്ടുള്ള ചിന്താകുഴപ്പത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. മരണഭയം, രോഗഭയം, നഷ്ടഭയം, പരാജയഭീതി, അങ്ങനെ നിരവധിയായ നെഗറ്റീവ് വികാരങ്ങൾ നമുക്കത് സമ്മാനിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിയെ നിരാശയിലേക്കും ദുഃഖത്തിലേക്കും തള്ളിവിട്ടുകൊണ്ട് ആ വ്യക്തിയുടെ ഭൗതിക ജീവിതവും ആത്മീയ ജീവിതവും തകർക്കാനായിട്ട് ഇടവരുന്നു. പ്രിയപ്പെട്ടവരിൽ നിന്ന് അനേകം വ്യക്തികൾ ഈ സ്വയം സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവ് വികാരങ്ങളിൽ അടിമപ്പെട്ട് ജീവിതം പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ നമുക്കൊരു വചനം ആവർത്തിച്ച് നൽകുന്നൊരു വാഗ്ദാനം ഇതാണ്. ഏശയ്യാ 41:10-13 തിരുവചനങ്ങൾ. അവിടെ ഇപ്രകാരം പറയുകയാണ്, നമുക്കറിയാവുന്നൊരു വചനമാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. വീണ്ടും 13-ാമത്തെ തിരുവചനപ്രകാരം പറയുകയാണ്: നിൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. ദൈവം നമുക്ക് അറിഞ്ഞു നൽകിയ വാഗ്ദാനമാണിത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ക്രിസ്തുവിനെ സ്നേഹിച്ചുകൊണ്ട്, ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് സ്വയം സ്നേഹത്തെയും അതിൽ നിന്നുണ്ടാകുന്ന ദുരന്ത ഫലങ്ങളെയും നമുക്ക് വെറുത്തുപേക്ഷിക്കാം. അങ്ങനെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.